എരിക്ക് ക്ലോസ് ചെയ്തോ? ഓക്കെ, എല്ലാരും ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കോപ്പി അടിക്കില്ലേ? കോപ്പി അടിക്കാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും നോക്കണം. അതാണ് നല്ല മാർക്ക്. കോപ്പി അടിച്ചിട്ട് കിട്ടുന്ന മാർക്കൊന്നും ഗുഡ് മാർക്കല്ല. ഓക്കെ, ഫസ്റ്റ് വാക്ക്, ഫസ്റ്റ് വേർഡ് ഞാൻ പറയട്ടെ. ആരും നോക്കി എത്തുന്നുണ്ട് ആരെങ്കിലും? Okay, first word is input. Right, input. Input. Erikuta, Erika, Erik Mutta, right, please. Input. Right, input. Edhiya. Good boy. Edhiyillennaanu parnje? Edhiyo illയോ? Yes or no? Yes, very good. Don't look in your textbook. Input. Okay. Second word is output. 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 Good. Some almost all have finished. Very good. Next, last word. Central processing unit. Central processing unit. Central processing unit. Okay, I hope you might have completed. If any elders are sitting near you, that means your father or mother, brother or sister, anybody sitting near to you, please tell them to correct your paper. Elders ആരെങ്കിലും, മുതിർന്ന ആരെങ്കിലും അടുത്തിരിപ്പുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും അടുത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ അവരുടെ കയ്യിൽ കൊടുത്ത് അവരോടൊന്ന് കറക്റ്റ് ചെയ്യാൻ പറയുക. ഇഫ് നോ വൺ ഈസ് സിറ്റിംഗ് നിയർ യു, പ്ലീസ് യു കറക്റ്റ് ബൈ യുവർ സെൽഫ്. ആരും ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കി സ്പെല്ലിംഗ് നോക്കി കറക്റ്റ് ചെയ്യുക. First one is input, second word is output, and third word is central processing unit. Have you completed? Yes, all have completed, I hope. Ajit Joseph, Ajit did not write. Okay. Ajit എഴുതിയില്ലല്ലോ, പരീക്ഷയ്ക്ക് ഇട്ടു കഴിഞ്ഞു എഴുതിയായിരുന്ന? Ajit, you write first word input. Don't look in your textbook, Ajit. നോക്കല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കല്ലേ. ചെയ്യാത്ത ആൾ അനിറ്റ എഴുതിയിട്ടില്ല എങ്കിൽ ഫസ്റ്റ് വേർഡ് ഇൻപുട്ട് എഴുതിക്കോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കല്ലേ മക്കളെ, നോക്കാതെ എഴുത്. ഇൻപുട്ട് വേറൊരു പേപ്പർ എടുത്തിട്ട് എഴുതു മോനെ. സെക്കൻഡ് വേർഡ് ഔട്ട്പുട്ട്. ആൻഡ് തേർഡ് വേർഡ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇതാണ് 3 വാക്ക്. എഴുതി കഴിഞ്ഞ ശേഷം എൽഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കറക്റ്റ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുക. ഓക്കെ, കൗശിക് കറക്റ്റഡ്? കറക്റ്റ് ചെയ്തോ മത്തെ? Okay, how many of you got 3 out of 3? Please raise your hand. Those who got 3 out of 3, please raise the hand. Okay, good. Parga Jecha, full it yeah. Dominic, how many marks you got? 3 got? 3 get. Very good. Okay. Any 2 get here? Those who got 2, please raise the hand. Okay, good. Those who got 1? ആരുമില്ലേ? എല്ലാരും പ്രശ്നമാണല്ലോ. 1 കിട്ടി ആരുമില്ല. ഓക്കെ, ഇനി 1 ശരിയാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ തെറ്റിപ്പോയ വാക്കുകളൊന്ന് 5 times നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി സ്പെല്ലിംഗ് പഠിക്കുക. ഓക്കെ, റൈറ്റ് ദ റോങ് വേർഡ്സ് 5 times in your notebook. Okay, and here those one who came late. ആരായിരുന്നു ലേറ്റ് ആയിട്ട് വന്ന ആളുണ്ടായിരുന്നല്ലോ ഇവിടെ പരീക്ഷ എഴുതിയ ആള്? ഓക്കെ, അജിത്, ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഡിക്റ്റേഷൻ വേർഡ്സ്? യെസ്. ഡിഡ് യു ചെക്ക് ഇറ്റ്? ചെക്ക് ചെയ്ത മോനെ?
3 got. Okay. Where or late at one the molu and Anita Philip. Anita Mola Chucky there now. How many marks you got? How many marks you got, my dear? 3. Okay, good. Okay, no problem. നിങ്ങൾ തെറ്റ് കുഴപ്പമില്ല. വലിയ വേർഡ് ആയിരുന്നു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അത് നിങ്ങൾക്ക് ശരിയാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. നിങ്ങൾ കുറച്ച് സംഖ്യാക്ക് വന്നതുകൊണ്ട്. ഓക്കെ, സാരമില്ല. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല മക്കളെ. But what you have to do is write the wrong word 5 times in your notebook. Notebook 5 തവണ എഴുതി പഠിക്കുകയും ചെയ്യണം. എഴുതിയാൽ മാത്രം പോലെ പഠിക്കണം. പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ടേക്ക് പേജ് നമ്പർ 22. Take page number 22 from your textbook, all of you, please. Shihase, page number 22 എടുക്കുമോനെ. അനിക കുട്ടി മോള് സ്റ്റക്ക് ആണോടാ? അല്ല അനങ്ങുന്നില്ലല്ലോ. ഓക്കെ 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 ഓക്കെ, മൂവ്മെന്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു സ്റ്റക്ക് ആയി പോയെന്ന്. ഓക്കെ, എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടീച്ചർ പറയുന്ന എല്ലാവരും കേൾക്കുന്നില്ലേ? I hope that you can hear well. Okay, take page number 22. And I gave you one work. Some people did not do that. പേജ് നമ്പർ 22 ഫസ്റ്റ് ഉള്ള വേർഡ്സ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് പേര് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് തന്നിട്ടുള്ളൂ. ചോപ്പിംഗ്, പ്രോസസിങ്, ഔട്ട്പുട്ട് ഒക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവര് ഗ്രേപ്സ് എഴുതിയിട്ട് ചോപ്പിംഗ് എഴുതി. ഞാൻ പറഞ്ഞായിരുന്നു ഗ്രേപ്സ് ചോപ്പ് ചെയ്യുന്നില്ല. ഗ്രേപ്സ് കട്ട് ചെയ്യുന്നുണ്ടോ നമ്മള് സലാഡ് ഉണ്ടാക്കുമ്പോൾ? ഗ്രേപ്സും ഓറഞ്ചും ഒക്കെ കട്ട് ചെയ്ത് അതിന്റെ ജ്യൂസ് മൊത്തം പോകും അല്ലേ? ഓക്കെ, എനിവേ ഇനി അത് ചെയ്യാത്തവർ ഇന്ന് തന്നെ മിസ്സിന് എഴുതി ചെയ്തിട്ട് തരണം കേട്ടോ. Don't forget. Okay, next storage device. We have to study about storage device. What is storage device? You know, storage device means if we know that if we have computer or laptop and we cannot carry it always. It's a little big one, isn't it? And laptop we can carry. But we know desktop computers we cannot carry. സാധാരണ നമുക്കറിയാം എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ സ്കൂളിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ എടുത്ത് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? We cannot carry the computer to another places. Means desktop computers and all. But we can carry laptop very easily. Laptop ചെറുതാണ്, നമുക്ക് എടുത്തിട്ട് പോകാം. പക്ഷെ sometimes നമുക്ക് ഈ laptop is very costly and all. So we have everyone cannot buy a computer and all. Laptop and computer ഒക്കെ എല്ലാവർക്കും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമോ? And in this class, how many of you have laptop or computer at home? Please raise the hand. How many of you have computer or laptop at home? Please raise. കൈ ഒന്ന് പൊക്കിക്ക് നോക്കട്ടെ. കാണട്ടെ ആരുടെയൊക്കെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്? Okay, very good. Put on your hands. Only few students have. Seen it. വളരെ കുറച്ച് കുട്ടികൾക്കേ ഉള്ളൂ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ. ബാക്കിയുള്ളവർ എന്താ വാങ്ങാത്തെ? Because we may not be having money. നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല അല്ലെ? അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ അത്ര ആവശ്യമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ആർ വർക്കിംഗ്, they need a laptop or computer, so they purchased a computer. What about the others? Others are may not having such needs. അത്ര ആവശ്യങ്ങളൊന്നും ഉണ്ടാകില്ല. സാധാരണ ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ആവശ്യമൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. But when you go to higher classes, you need a computer or laptop. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ അത്യാവശ്യമാണ്. മീൻസ് when you study your +2 or degree or PG like that വേണ്ടോളൂ. വേറെ എന്തെങ്കിലും വലിയ ക്ലാസ്സിലൊക്കെ എത്തും. കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്ര അത്യാവശ്യമൊന്നും ഇല്ല ലാപ്ടോപ്പ് അതൊക്കെ, അതുകൊണ്ട് വാങ്ങുന്നില്ല. ഓക്കെ, കം ടു ദ പോയിന്റ്. ഇപ്പൊ നമുക്കൊരു ലാപ്ടോപ്പും അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ സംഭവങ്ങൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ CD, DVD, pen drive like that. Haifa Megarin, please. Haifa, please listen my dear. മുത്തേ ക്ലാസ് എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ളവരോട് സംസാരിക്കില്ലേ കേട്ടോ? നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുക. അച്ഛനും അമ്മയ്ക്ക് അവിടെ ഇരുന്നോട്ടെ, അവരോട് സംസാരിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്കറിയാം നിങ്ങളുടെ ഫോട്ടോസ് ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണ കാസറ്റ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അവര് കല്യാണം കഴിച്ചപ്പോ നിങ്ങൾ കണ്ടായിരുന്നോ? അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ അത് കണ്ടിട്ടുണ്ടാകും അല്ലെ? ഹൗ ദേ വേർ അറ്റ് ദാറ്റ് ടൈം, ഹൗ വാസ് ദാറ്റ് ഫംഗ്ഷൻ ആൻഡ് ഓൾ. എങ്ങനെ നിങ്ങൾ കണ്ടത്? ബൈ യൂസിങ് എ CD അല്ലെ? ഒരു CD-യിൽ കണ്ടു. അന്നത്തെ ആ സംഭവങ്ങൾ ഒരു CD-യിൽ സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ടാണ് CD-യിലോ DVD-യിലോ ഒക്കെ കാണുന്നത് അല്ലെ? ഓക്കെ, എനിവേ Nafi, please stop writing. Nafi, please pen down. Keep down your pen. Pen down, please. Listen here. മോനെ ഇവിടെ ശ്രദ്ധിക്കണം മുത്തേ.
നാഫിക്കുട്ട കുഞ്ഞിവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു പെൻ ഡ്രൈവിലോ എന്തിലെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വി ക്യാൻ യൂസ് ഇറ്റ് ആഫ്റ്റർവേഴ്സ്. പിന്നീട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഹാവ് യു എവർ വണ്ടേർഡ് വേറെ കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡാറ്റ? ഈ കമ്പ്യൂട്ടറിൽ നിങ്ങൾ നമ്മുടെ സ്കൂളിലൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കമ്പ്യൂട്ടർ ഉണ്ടെന്നും പറഞ്ഞു. ഈ കമ്പ്യൂട്ടറെ നമ്മൾ ഇതെല്ലാം എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി? ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ടൈം വെൻ യു വെന്റ് ടു ഹോസ്പിറ്റല്, ലാസ്റ്റ് ഇയർ ഒക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത്, അല്ലെങ്കിൽ 2 വർഷം മുന്നേ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് യു ഹാവ് എൻറ്റേർഡ്, യു ഹാവ് ഗിവൺ യുവർ നെയിം, യുവർ അഡ്രസ്, ഏജ്, വെയിറ്റ്, ദിസ് ആൻഡ് ഓൾ ദേ ഹാവ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ചെയ്തു വെച്ചു, സേവ് ചെയ്ത് വെച്ചു. അപ്പൊ ഇപ്പൊ നിങ്ങൾ 2 വർഷത്തിന് ശേഷം പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ID കാർഡിലുള്ള നമ്പർ, അഡ്മിഷൻ നമ്പർ വെച്ച് അവർ അടിച്ചു നോക്കുമ്പോൾ എല്ലാ ഡീറ്റെയിലും വരും. സപ്പോസ് ഇഫ് നോട്ടി ആയിരിക്കും. പിന്നെ മുഹമ്മദ് നാഫി എന്താ മുത്ത ഇവിടെ ചെയ്യുന്നേ? ചക്കര ഇവിടെ നോക്ക, മുഹമ്മദ് നാഫി കുട്ടാ, നാഫി മുത്തേ ക്ലാസ് ശ്രദ്ധിക്കടേ. ഓക്കെ, ഇപ്പൊ മുഹമ്മദ് നാഫിക്ക് ഒരു തവണ പനി വന്ന് 2 വർഷം മുന്നേ അവൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ വീണ്ടും പനി വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ കാർഡ് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മുഹമ്മദ് നാഫിയുടെ പേര് വരും. എത്ര വയസ്സ്? മുഹമ്മദ് നാഫി 5 years old. How old are you, Nafi? I think you are 7 years old. Nafi 7, are you 7 years old? Okay, very good, very good. 5, 7, okay, good. Okay, so now 7 years old. And do you know what is weight? What is your weight? Kuchini weight എത്രയാണെന്ന് അറിയാവോ? എത്ര കിലോ ഉണ്ടെന്ന് അറിയാമോ മോനെ? 20. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം കമ്പ്യൂട്ടറിൽ അന്നേരം തെളിഞ്ഞു വരും. എങ്ങനെ ഈ 2 വർഷം മുന്നേ ഉള്ള സംഭവങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ വരുന്നത്? 2 വർഷം മുന്നേ ഹോസ്പിറ്റലിൽ പോയ ഹിബക്കുട്ടി പ്ലീസ് സെൻഡ് ദാറ്റ് ബേബി ടു യുവർ മമ്മി. മമ്മിയോട് എടുത്തിട്ട് പോകാൻ പറഞ്ഞേ, നമ്മളെ ക്ലാസ്സിന്റെ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാ. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മളൊരു കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത്? വി സ്റ്റോർ ഇൻ അവർ ബ്രെയിൻ അല്ലെ? നമ്മുടെ ബ്രെയിനിലല്ലേ നമ്മുടെ മെമ്മറി എല്ലാം, നമ്മൾ കണ്ടതും എല്ലാം ഓർത്തിരിക്കുന്നത് എവിടെ? നമ്മുടെ ബ്രെയിനില്. പക്ഷെ കമ്പ്യൂട്ടർ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നേ അറിയാമോ? അതാണ് നമ്മുടെ CPU എന്ന് പറഞ്ഞ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ? ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് CPU, ബ്രെയിൻ. അപ്പം ഈ കമ്പ്യൂട്ടറിന്റെ CPU ആണ് ഇതിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഐ തിങ്ക് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22. പേജ് നമ്പർ 22 പിക്ചറിൽ നോക്കി ഹാർഡ് ഡിസ്ക് നമ്മുടെ ചോപ്പിങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞ് ഔട്ട്പുട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തെ പിക്ചർ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു. പ്ലീസ് സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഹാർഡ് ഡിസ്ക്. ഓക്കെ, all of it, did everybody see? Okay, this is hard disk. ഈ ഹാർഡ് ഡിസ്കില് സ്റ്റോർ ചെയ്ത് വെക്കും, അത് കമ്പ്യൂട്ടറിലുള്ള. ഇനി നമുക്ക് അതിനെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ CD എന്ന് പറയുന്നത്, കോമ്പാക്ട് ഡിസ്ക്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CD? കോമ്പാക്ട് ഡിസ്ക്, CD. ഐ തിങ്ക് യു ഓൾ മൈറ്റ് ഹാവ് സീൻ CDs. എല്ലാരും CDs കണ്ടിട്ടുണ്ടാകും. ആരെങ്കിലും വീട്ടിൽ CD ഇരിപ്പുണ്ടോ? നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഏതെങ്കിലും കുട്ടിയുടെ വീട്ടിലൊരു CD ഇരിപ്പുണ്ടോ? ഓക്കെ, ക്യാൻ എനിബഡി ഗെറ്റ് ഇറ്റ്? ഇപ്പൊ ആർക്കെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന അടുത്തെങ്ങാനും ഉണ്ടോ സാധനം? If anybody is having, tell your mummy or anybody is there at home. അവരോട് ഒന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞേ ഒരു CD. ആരുടെങ്കിലും വീട്ടിലുണ്ട്, അടുത്തെങ്ങാനും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ട് വരും. അതാ അമന്ന രാജേഷ് ഷോയിങ്. Amana is showing a CD. Binya, okay, Binya is showing a CD. Okay, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ. നിങ്ങൾ ആരും വരക്കില്ല, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാൻ CDയുടെ ചിത്രം കാണിക്കാൻ നിങ്ങളെ. പ്ലീസ് ഡോണ്ട് ഡ്രോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കാണിച്ചു തരാവേ. ഇവിടെ കുറെ പേര് എടുത്തു. ഷിഹാസ്, മുഹമ്മദ് അഫ്ലു. ഓക്കെ, അങ്ങനെ കുറെ പേരുടെ വീട്ടിലുണ്ടല്ലോ. വെരി ഗുഡ്. അനിഹ ഈസ് ഹാവിംഗ് 2. ഓക്കെ, ഗുഡ്.
Eric. Okay, very good. I hope you might have seen from the screen. ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ സ്ക്രീനില് CDs? CD, okay. Compact disc. വരയ്ക്കില്ലേ മക്കളെ? എനിക്ക് ഈ കുറുമ്പ് കാട്ടുന്ന കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ല. ടീച്ചർ വരയ്ക്കില്ലെന്ന് പറഞ്ഞു പാടെ വരച്ചില്ല. ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്ത്. ഏത് കള്ളനാ അല്ലെങ്കിൽ ഏത് കല്ലിയാ വരച്ചത്? ഒന്ന് കൈപ്പൊക്കിക്കേ. സ്ക്രീൻ ചെയ്തപ്പോൾ വരച്ച ആളൊന്ന് കൈപ്പൊക്കിക്കേ കാണട്ടെ. ഷിഹാസ് ആണോടാ? അല്ല, അത് ചിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചാണേ. ആ, ഇനി വരയ്ക്കില്ല കേട്ടോ. ഓക്കെ, ചിരിയുണ്ടോ നിങ്ങള്? ഓക്കെ ആണ്. ഇവിടെ കുറെ പേര് ഇപ്പൊ എടുത്ത് കാണിക്കുന്നത് ചെയ്യാന് കുറെ പേരുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം CD എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ആ CD പിന്നെ നമ്മൾ എങ്ങനെയാ അത് കാണുന്ന ഈ CD? പിന്നെ വേറെ ഒന്നുണ്ട്, DVD. ഇവിടെ ആരോ ഒരു DVD കൂടെ കാണിച്ചായിരുന്നു. CD മാത്രമല്ല DVD കാണിച്ചായിരുന്നു. ഓക്കെ, ഒരു DVD ആരോ കാണിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മുടെ CPU ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് അതിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഡാറ്റ ക്യാൻ ഓൾസോ ബി സ്റ്റോർഡ് ഇൻ അതർ ഡിവൈസസ്. ദെയർ എക്സ്റ്റേണൽ സ്റ്റോറേജ്, അതായത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ CPU എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഓൾറെഡി ഉള്ളതാണ്. വി കനോട്ട് റിമൂവ് ഇറ്റ്. അതിനെ നമുക്ക് പുറത്തെടുത്ത് കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് പുറത്തെടുത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് CD, DVD, പെൻഡ്രൈവ് പോലുള്ള സാധനങ്ങൾ. ഓക്കെ, so it is an external storage device. Many such devices are available to CDs, അതായത് compact disc, and DVDs. DVD ആരാ ഇപ്പൊ കാണിച്ചു? ഒരാൾ ഒരു DVD കാണിച്ചായിരുന്നല്ലോ, ഒന്നുകൂടെ പൊക്കി കാണിക്കാവോ? CD അല്ല, DVD കാണിച്ചാല്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. രണ്ടും ഒരുപോലെയൊക്കെയാണ്. ബട്ട് DVD is little more thick, കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു സാധനമാണ്. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി is different. ഓക്കെ, ഗുഡ് ഷിഹാസ്. CD ആണോ DVD ആണോ മോനെ? ഒരു മിനിറ്റ് ഷിഹാസേ, CD ആണോ DVD ആണോ മോനെ അത്? ഓക്കെ, കിട്ടുന്നില്ല, പറയുന്ന ക്ലിയർ അല്ല, റേഞ്ചിന്റെ പ്രോബ്ലം. ഓക്കെ, ശരി. ഇനി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് DVD? ഡിവിഡിയുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. Say loudly, digital. All of you say digital video disc. Okay, വേണ്ട, നിങ്ങൾ അവിടുന്ന് പറഞ്ഞാൽ മതി, ആരും അൺമ്യൂട്ട് ചെയ്യണ്ട, പറഞ്ഞാൽ മതി. CDDയോ കോമ്പാക്ട് ഡിസ്ക്. നാളെ ഞാൻ ഡിക്റ്റേഷൻ ഇടുന്ന വേർഡാണ് കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ വേർഡാണ് അത് രണ്ടെണ്ണം. ഇനി അടുത്ത വേറൊരെണ്ണം കൂടെ ഉണ്ട്, പെൻഡ്രൈവ്. ഇനി വേറൊരെണ്ണം കൂടി, പെൻഡ്രൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen pen drives? I think almost all of you have seen pen drives. Okay, this is a pen drive. A pen drive is with me. I hope you can see properly. I think you may be having at home. This is a pen drive. So ഈ CD, DVD പോലെ ഇതിലും നമുക്ക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം ഇനി ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ CD-യേക്കാൾ കൂടുതൽ ഓക്കെ, അനഘ ഇസ് ഷോയിങ്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മളിപ്പോൾ DVD-യേക്കാളും അല്ലെങ്കിൽ CD-യേക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മോൾ. ഇത് വളരെ ചെറുതാണ്, പക്ഷേ ഉണ്ടല്ലോ ഇറ്റ് ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് സ്റ്റോറേജ്. ഇതിൽ നമുക്ക് ഒരുപാട് 1 GB മുതൽ 17-18 GB വരെയുള്ള ഡാറ്റാസ് നമുക്ക് ഈ പെൻഡ്രൈവുകളിൽ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെൻഡ്രൈവ്സ് ആർ ദർ. ചെറുതാണ്. വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ പോക്കറ്റ് ഓൾസോ. നമ്മുടെ പോക്കറ്റിൽ വരെ ഇട്ടുകൊണ്ട് ചുമ്മാ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വളരെ സ്മോൾ ആണ്, അല്ലെ? ചെറുതാണ് പെൻഡ്രൈവ് എന്ന് പറയുന്നത്. ഒരുപാട് ഡാറ്റയും സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം കൂടുതലും CD, DVD ആക്കാതെ നമ്മൾ കൂടുതൽ ഇതാണ് മോസ്റ്റ്ലി. CD ഇല്ല എന്നല്ല, ഉണ്ട്, ബട്ട് we use this. Okay, then another thing is there a floppy disk. Floppy disk എന്ന് പറഞ്ഞ പേജ് നമ്പർ 22 ലാസ്റ്റ് പടം നോക്കിക്കേ.
പേജ് നമ്പർ 22 ലാസ്റ്റ് പദം. This is floppy disk. ഇതായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഫ്ലോപ്പി ഡിസ്ക്. Okay, but nowadays we are not using this floppy disk because it has very less memory capacity, storage capacity. Very little bit of storage capacity only for this. വളരെ കുറച്ച് മാത്രമേ ഇതിന് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുള്ളൂ, ഒത്തിരി ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. ആദ്യം ചെറിയ MB ഡാറ്റാസ് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ചെറിയ MB. ഇപ്പൊ ആ ഇതെല്ലാം മാറി നമുക്കിപ്പം ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പെൻഡ്രൈവ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഫ്ലോപ്പി ഡിസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതെല്ലാം ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഫ്ലോപ്പി ഡിസ്ക്. DVD ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്, വളരെ കുറവാണ്. CD ഉപയോഗിക്കുന്നുണ്ട്, കുറവാണ്. പക്ഷെ ഇപ്പം കോമൺലി we are using this pen drives because it is very small and we can store a lot of data compared to CDs and DVDs. So floppy disk ഇപ്പൊ ഇല്ല. Okay, so a pen drive can be carried around easily. Despite being very small, it can store a lot of data. ഇനി നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഇത് എവിടെയാ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാവോ? Do you know where we are inserting this all things? CD or DVD or pen drives? അറിയാവോ? Okay, I will share a screen. Don't run. ഞാനിപ്പോ സ്ക്രീൻ ഇതൊന്നും എടുക്കട്ടെ എന്നിട്ടെ. Okay, I will share a screen. See, this is a CPU. നമുക്കറിയാം CPU ആണല്ലേ കമ്പ്യൂട്ടറിന്റെ. ഈ CPU-ന്റെ just see in this picture. CPU-ന്റെ ഈ സൈഡില് ഇവിടെ നോക്കിക്കേ, 2-3 ഹോൾ പോലെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. നാഫിക്കുട്ടൻ കാണുന്നുണ്ട്? വരയ്ക്കില്ല മക്കളെ, എന്താ പറഞ്ഞനുസരിക്കാത്ത? നല്ല മക്കൾ ആരും വരയ്ക്കല്ല, കുറുമ്പ് കാട്ടൂല. കണ്ടോ ഇപ്പൊ ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത് ക്ലിയർ ആയിട്ട്? കുറുമ്പ് കാട്ടില്ലേ? ഇവിടെ സമാധാനായ മക്കളെ നിങ്ങക്ക്? വരയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും വരയ്ക്കുന്ന നല്ല കുട്ടികളാണോ? ഇതിൽ നോക്കിക്കേ, ഇവിടെ 2-3 സ്ലോട്ട് കണ്ടോ? സ്ലോട്ട് മീൻസ് ഇൻസേർട്ട് ചെയ്യല. അതായത് ഇവിടെ നമ്മൾ പെൻഡ്രൈവ് കുത്തുന്നതാണ്. ഈ പെൻഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെൻഡ്രൈവ് ആ കാണുന്ന ചെറിയ ഹോൾസ് ഇല്ലേ, ചെറിയ നിങ്ങൾക്ക് കാണുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? ഈ ചിത്രത്തിലൊക്കെ ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ കുത്തും. ഓക്കെ, ഇനി നമ്മൾ CD ഒക്കെ ഇടുന്നതാണെങ്കിൽ ഇവിടെയുണ്ട് സംഭവം. CD ഇടാൻ, CD DVD ഇടാൻ വേണ്ടിട്ട് ഇവിടെയൊക്കെ അതിനൊരു സംഭവം ഉണ്ട്. നെക്സ്റ്റ്, ഇനി നമ്മള് ഇഫ് യു ആർ യൂസിങ് ലാപ്ടോപ്പ്, നമ്മൾ ലാപ്ടോപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിന്റെ സൈഡിൽ, ഇനി അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് can you see ലാപ്ടോപ്പ്? ഇവിടെ ലാപ്ടോപ്പ് കാണുന്നുണ്ടോ നിങ്ങള്?
ഇതൊരു ലാപ്ടോപ്പിന്റെ, ഈ ലാപ്ടോപ്പിന് ഈ സൈഡിലായിട്ട്, ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഇപ്പം കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ഒക്കെ സൈഡിൽ ചെറിയ ഹോൾസ് ഉണ്ടാകും, ചെറിയ ചെറിയ സമയം ഇവിടെ ഈ സൈഡിലായിട്ട്. അപ്പൊ അവിടെ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു ലാപ്ടോപ്പിന്റെ ഇത് വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ സൈഡിൽ, ഇവിടെയൊക്കെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഇതുണ്ട്, പെൻ ഡ്രൈവ് കുത്താനും സിഡിയും DVD ഒക്കെ ഇടാനായിട്ട്. ഓക്കെ, കണ്ടാ? ലാപ്ടോപ്പ് ഒക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല, കാണുന്നുണ്ടാകും, നിങ്ങൾക്കറിയാം. ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും CPU അവിടെ നമുക്ക് CD ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, CD DVD പെൻഡ്രൈവ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ലാപ്ടോപ്പിനാണെങ്കിലും സൈഡിൽ അതിന്റെ സ്ലോട്ട് ഉണ്ടാകും. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയ പെൻഡ്രൈവ് ഇടുന്നത് പേജ് നമ്പർ 23 ഫസ്റ്റ് പിക്ചർ കണ്ടോ? പേജ് നമ്പർ 23 ഫസ്റ്റ് പിക്ചറിൽ കണ്ട പെൻഡ്രൈവ് ഇടുന്നതിന്റെ ഇത്. ഓക്കെ, CD നോക്കി, ഇവിടെ CD ഇടുന്നതും കാണാം. പേജ് നമ്പർ 22 ഉണ്ടോ CD ഡ്രൈവ് ഇടുന്നത് ഉണ്ടോ? ഒരു ട്രേ പോലെ ഉണ്ട്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അമർത്തി കഴിയുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേന് ആ ട്രേ ഓപ്പൺ ആകും. Then we will put the CD or DVD into that tray. Automatically it will go inside. തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, പിന്നെ CD വർക്ക് ആകും. ഓക്കെ, കണ്ടോ? നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ? ഞാനിപ്പോ കാണിച്ചെന്ന ഹോളിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രേ തുറന്നു വരും നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, just take computer manager, take a permission before using someone else's computer. Keep your CDs and DVDs in covers to protect them from dust and scratches. Okay, here they have given a computer manner. Computer manner എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നല്ല മര്യാദ. ഇപ്പൊ നല്ല കുട്ടികളാണെങ്കിൽ പറഞ്ഞനുസരിക്കല്ലേ. അപ്പം they should say that you are good children. അപ്പം കമ്പ്യൂട്ടർ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഗുഡ് ചിൽഡ്രൻ എന്നെങ്ങനെ പറയേണ്ടത്? Before using anybody's computer or laptop, you have to ask their permission. ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത, ആരെങ്കിലും മൊബൈൽ കണ്ട ചോദിക്കൊന്നുമില്ല, വേഗം എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഗെയിം കളിക്കുന്നു, അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? Do you do like that without asking anybody? Do you take their phones? No? ഇല്ല. നല്ല മക്കളാണെങ്കിൽ ചോദിച്ചിട്ടൊക്കെ എടുക്കുള്ളോ? Okay, but there are some children, not our true light children, not you children, some other children. വേറെ കുറെ കുട്ടികളുണ്ട്, നിങ്ങളൊന്നുമല്ല, നിങ്ങൾ നല്ല മക്കളാന്നല്ല പറഞ്ഞത്. ഓക്കെ, വേറെ കുട്ടികളുണ്ട് ചോദിക്കാതെ, ആരോടും ചോദിക്കാതെ അവരുടെ ഫോണൊക്കെ എടുക്കുന്നത്. ഗെയിം കളിക്കുക, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആന്റീനെയോ അങ്കിളിനെയോ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരുടെ വീട്ടിലെ അവരുടെ പപ്പയുടെ മമ്മിയുടെ ഒക്കെ ഫോൺ എടുക്കുന്നു, ഗെയിം കളിക്കുന്നു, തോണ്ടുന്നു, അങ്ങനത്തെ. That is not a good habit. That is not a good manner. Okay, you people are not you people are good children, so you are not doing very good. Okay, good children, നിങ്ങൾ നല്ല മക്കളാണ്. പക്ഷെ ചില പിള്ളേരുണ്ട് വേറെ ചില വീട്ടിലെ, നമ്മുടെ ട്രൂ ലൈറ്റിലെ കുഞ്ഞുങ്ങളൊന്നും അല്ല, വേറെ പിള്ളേര് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈവൻ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ അങ്ങനെ ചോദിക്കാതെ ഉപയോഗിക്കുന്നുണ്ട്. യു ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. നമ്മൾ ചെയ്യരുത് കേട്ടോ. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് മാനർ. വി ഷുഡ് ആസ്ക് ദ പെർമിഷൻ ഓഫ് ദം and we have to use their computer or laptop or mobiles and all. And another one more thing, we have to cover and keep the CDs or DVDs without getting any dust or scratches. What is the meaning of scratch? Scratch എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? സ്ക്രാച്ച് ഒന്നൊന്നും പറയാം. ഓക്കെ, അമന്ന is ready to answer. Good. അമന്ന പറഞ്ഞോ മുത്തേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. വരയ്ക്കുക. ഓക്കെ, പോറലേൽക്കുക, പോറുക. ഓക്കെ, പോറൽ. അപ്പൊ CD-യില് പോറലൊന്നും ഏൽക്കാതെ, എന്തെങ്കിലും നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പോറലൊക്കെ പറ്റും അല്ലെ? എന്തെങ്കിലും കമ്പോ പെൻസിലോ പെന്നോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും. അങ്ങനെ സ്ക്രാച്ച് ഒന്നും ഏൽക്കാതെ, ഡസ്റ്റ് ഒന്നും ആകാതെ എന്ത് ചെയ്യണം? വി ഷുഡ് കവർ ആൻഡ് കീപ് ദ CDs and DVDs. യൂഷ്വലി CDs and DVDs will have its cover. നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ അതിനൊരു കവറിനകത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മേ ബി പ്ലാസ്റ്റിക് കവർ ഓർ ഫൈബർ കവർ, അങ്ങനെ എന്തെങ്കിലും കവർ ഉണ്ടാകും അതിന്. ആ കവറിനകത്ത് തന്നെ ഇട്ട് നമ്മൾ സൂക്ഷിക്കണം. കാരണം ചെളി പൊടിയൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും വർക്കാകില്ല. ആൻഡ് this type of pen drive, വേറെ തരം പെൻ ഡ്രൈവ് ഉണ്ട്. ആ ചില പെൻ ഡ്രൈവിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു കവറും ഉണ്ട്. നമ്മൾ ആ കവർ ഊതിയിട്ടാണ് പെൻ ഡ്രൈവ് കുത്തുന്നത്. പക്ഷെ ഇതിനൊന്നുമില്ല. Okay, now take your pencil with you, please. Do you have pencil with you?
If you have, please take. And see page number 23. One work is there. Complete this table. Input, processing and output. Here input is given. First one, bread. And the process and toasting. What is the meaning of toasting? Toasting on one and that's area. Don't know. Toasting means baking. Cook ചെയ്യുന്നതിന് എന്താ പറയേണ്ടതിന് വേവിക്കുന്നത് കുക്ക് ചെയ്യുന്ന രീതിയിൽ ടോസ്റ്റിംഗ് ബേക്കിംഗ്. സോ ബ്രെഡിന് നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നു. ടോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? ഔട്ട്പുട്ട് എന്താണ്? ടോസ്റ്റഡ് ബ്രെഡ്. സ്പെല്ലിംഗ് പറയാം, എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ, തെറ്റിക്കാതെ എഴുതണം. അല്ലെങ്കിൽ മിസ് വൈകുന്നേരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ടോസ്റ്റഡ് ബ്രെഡ് ആണ് പുറത്ത് വരുന്നത്. അതായത് ബ്രെഡ് നിങ്ങൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാറില്ലേ? ഇല്ലേ മക്കളെ? ആരും ടോസ്റ്റ് ചെയ്യാറൊന്നുമില്ലേ? ഓ എന്റെ ദൈവമേ, നല്ല മക്കളെന്ന് പറഞ്ഞ കാരണം ഉണ്ടോ? അന്നൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ആൻസർ ടോസ്റ്റഡ് ബ്രെഡ്. സ്പെല്ലിംഗ് TOASTED. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കില്ല. സ്പെല്ലിംഗ് പറയുമ്പോൾ കൃത്യമായിട്ട് എഴുതണം, വേറെ സംസാരിക്കാൻ പറ്റില്ല. ടോസ്റ്റഡ് TOASTED. Once again, എന്റെ ഫർഗ കുട്ടി പെൻസിൽ ഇല്ലേടാ മുത്തേ? They have pencil. Did you write? TOASTED. Toasted. ടോസ്റ്റിംഗിന്റെ സ്പെല്ലിംഗ് എടുക്കുന്നുണ്ട്. ടോസ്റ്റർ എന്ന് എഴുതാം. TOAST. ടോസ്റ്റഡ് ബ്രെഡ്. BREAD. ബ്രെഡിന്റെ സ്പെല്ലിംഗ് അവിടെ കിടപ്പില്ലേ? ഇൻപുട്ടിൽ കിടപ്പില്ല. ആദ്യം അത് നോക്കി എഴുതിക്കോ. BREAD. ബ്രെഡ്. ജുവൽ മരിയ എഴുതിയായിരുന്നോ മുത്തേ? ടോസ്റ്റർ ബ്രെഡ്. സ്പെല്ലിംഗ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ കഷ്ടപ്പെടേണ്ട. ടീച്ചറുടെ സ്പെല്ലിംഗ് വൈകുന്നേരം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ടോസ്റ്റർ ബ്രെഡ്. ഓക്കെ. I hope you might have completed the first one. Then go to the second one. Please go to the second one. Brush colors. This is the input. Brush and color. What is the processing? Brushum color ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നേ? എന്ത് ജോലി ചെയ്യുന്നേ? ബ്രഷും കളറും ഒക്കെ ഉപയോഗിച്ചിട്ട്. മുഹമ്മദ് നാഫിനോസ്. വെരി ഗുഡ്. ഓ പ്ലീസ് unmute. നാഫിക്കുട്ട. Painting. Very good. With the color and the brush, what we will do? Paint. Okay, right. In the second column, processing in the column, painting. 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 Did you get the spelling? Painting. 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 Did everybody get the spelling? Painting? Okay. And what is the process output after processing? ഈ കളറും ബ്രഷും ഉപയോഗിച്ച് നമ്മൾ പെയിന്റ് ചെയ്ത് കഴിയുമ്പോ എന്താ പുറത്തു വരുന്ന പ്രൊസീജർ എന്താണ്? പ്രോസസർ എന്താണ്? ഔട്ട്പുട്ട് എന്താണ് പറഞ്ഞോ? പിക്ചേഴ്സ്. നമ്മൾ വരച്ച ചിത്രമല്ലേ? ഓക്കെ. പിക്ചർ. സ്പെല്ലിംഗ് PICTURE. Picture. Okay. Completed. Okay, നമ്മുടെ ടൈം തീർന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. Okay, bye. Be good children. Go and have your lunch. നല്ല മക്കളായിട്ട് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരാകും കേട്ടോ. Bye.